സംസ്ഥാനത്ത് പലയിടങ്ങളിൽ ലഹരി കൈമാറാനും ഉപയോഗിക്കാനും കേന്ദ്രങ്ങളുണ്ട് എന്നാണ് കണ്ടെത്തൽ. അതുപോലെ കോഴിക്കോട് നഗരത്തിൽ ലഹരിയുടെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നാണ് ബീച്ചും പരിസരവും. രാപകൽ വ്യത്യാസമില്ലാതെയാണ് ലഹരി വിൽപ്പനയും ഉപയോഗവും തകൃതിയായി നടക്കുന്നത്. ബീച്ച് ആശുപത്രിയുടെ പരിസരം ഉൾപ്പെടെ കേന്ദ്രീകരിച്ചും ലഹരി കൈമാറ്റം നടക്കുന്നുണ്ട് എന്നതാണ് ഞെട്ടിക്കുന്ന വസ്തുത. കോഴിക്കോട് നഗരത്തിൽ ഏറ്റവും അധികം ആളുകൾ എത്തിച്ചേരുന്ന സ്ഥലങ്ങളിലൊന്നാണ് ബീച്ച്. കടലിന്റെ ഭംഗി ആസ്വദിച്ച് സമയം ചെലവിടാൻ അയൽ ജില്ലകളിൽ നിന്ന് പോലും ആളുകൾ എത്തുന്ന ഇടം. എന്നാൽ ലഹരി ഇടപാടുകളുടെ നാണിക്കുന്ന കഥ കൂടിയുണ്ട് ബീച്ചിനോട് ചേർത്ത് വായിക്കാൻ. കോന്നാട് ബീച്ച്, ലയൺസ് പാർക്ക് പരിസരം, ബീച്ച് ആശുപത്രി പരിസരം എന്നിവയാണ് ലഹരി ഉപയോഗത്തിൻ്റെയും വിൽപ്പനയുടെയും പ്രധാന കേന്ദ്രങ്ങൾ. ബീച്ചിനോട് ചേർന്നുള്ള കാട് മൂടിയ സ്ഥലങ്ങൾ ലഹരി ഉപയോഗത്തിൻ്റെ സ്ഥിരം താവളമാണ്. രാത്രി സമയങ്ങളിൽ ഇവിടേക്ക് വെളിച്ചമെത്താത്തതാണ് ലഹരി സംഘത്തിന് കാര്യങ്ങൾ എളുപ്പമാക്കുന്നത്. കോഴിക്കോട്ടെ ബീച്ചുകൾ ലഹരി മാഫിയ പിടിമുറുക്കിയാണ്. ഒരു കുടുംബവുമായിട്ട് രാത്രി കോഴിക്കോട് ബീച്ചിലേക്ക് വരാൻ പറ്റാത്ത സ്ഥിതിയാണ്. ലഹരി മാഫിയയുടെ താണ്ഡവമാണ്. പല ആൾക്കാരും പല രീതിയിലാണ് പെരുമാറുന്നത്. നാട്ടുകാർക്ക് വലിയ ദുരിതമാണ്. കോഴിക്കോട് ബീച്ചിലേക്ക് വരാൻ പറ്റാത്ത അവസ്ഥയാണ്. ലഹരി ഇടപാടുകാരുടെ താവളമാണ് ബീച്ച് ആശുപത്രി വളപ്പിലെ ലഹരി വിമുക്ത ചികിത്സാ കേന്ദ്രത്തിന് സമീപത്തെ പ്രദേശങ്ങൾ. ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് 2 മരണം പ്രദേശത്ത് ഈയിടെ ഉണ്ടായിരുന്നു. ബീച്ച് ഹോസ്പിറ്റലിനകത്ത് OST സെൻ്റർ ഉണ്ട്. ഈ OST സെൻ്റർ ലഹരി മുക്ത കേന്ദ്രമാണ്. ഈ ലഹരി മുക്ത കേന്ദ്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ അവിടെ ലഹരി വിൽപ്പന നടക്കുന്നത്. ബീച്ച് ഹോസ്പിറ്റലിലേക്ക് വരുന്ന രോഗികൾക്ക് മഹാദുരിതമാണ് ഈ OST സെൻ്ററുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ലയൺസ് പാർക്കിന് സമീപത്ത് ലഹരി വസ്തുക്കളുടെ അവശിഷ്ടങ്ങൾ കാണാം. കോന്നാട് ബീച്ചിലും സ്ഥിതി മറിച്ചല്ല. പോലീസ് പരിശോധന ഇവിടങ്ങളിൽ ഊർജിതമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ബീച്ചിന് സമീപത്ത് ഇതുപോലുള്ള ചില ഒറ്റപ്പെട്ട കേന്ദ്രങ്ങളുണ്ട്. ഇവിടം ചുറ്റിപ്പറ്റിയാണ് ലഹരിയുടെ വിൽപ്പനയും ഉപയോഗവും. ലഹരി നിയന്ത്രിക്കാൻ പോലീസിൻ്റെയും എക്സൈസിൻ്റെയും കാര്യക്ഷമമായ ഇടപെടലാണ് ആവശ്യം. കോഴിക്കോട് ബീച്ചിൽ നിന്ന് രാജേഷ് വെള്ളരിക്കുണ്ടിനൊപ്പം അഭിജിത്ത് മുഴക്കുന്ന്, 24.